നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ബഹ്റൈനിൽ ഞണ്ടുകളെ പിടിക്കുന്നതിനുള്ള നിരോധനം നീക്കി. മെയ് 15 വ്യാഴാഴ്ച മുതൽ നിരോധനം നീക്കിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു. ബഹ്റൈനിൽ ഞണ്ടുകളെ പിടിക്കുന്നതിന് 2 മാസത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. സമുദ്രജീവികളെ സംരക്ഷിക്കുന്നതിനും അവയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും പ്രജനന കാലയളവിൽ അവയെ സംരക്ഷിക്കുന്നതിനുമുള്ള ബഹ്റൈന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഞണ്ടുകളെ പിടിക്കുന്നതിനോ വ്യാപാരം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ ഏർപ്പെടുത്തിയിരുന്ന നിരോധനമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ റിസോഴ്സസ് വ്യക്തമാക്കി. മത്സ്യബന്ധന സീസണിൽ പ്രാദേശിക വിപണികളിൽ ഇവയുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഈ നടപടികൾ സഹായിക്കുന്നു. ബഹ്റൈനിലെ നഴ്സിംഗ് രംഗത്ത് കൂടുതലും സ്വദേശികളെ നിയമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്ത് ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ അറിയിച്ചു. നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ സ്വദേശി പ്രൊഫഷണലുകളെ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. വരും വർഷങ്ങളിൽ ഈ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത നേടാനുള്ള പ്രവർത്തനങ്ങളിലാണ് കൗൺസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 10-12 ക്ലാസ് ബോർഡ് പരീക്ഷയിൽ ന്യൂ ഇന്ത്യൻ സ്കൂളിന് ഉജ്ജ്വല വിജയം. 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ 207 വിദ്യാർത്ഥികളിൽ 130 ഡിസ്റ്റിങ്ഷനുകൾ ഉൾപ്പെടെ 199 പേർക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചു. സയൻസ് വിഭാഗത്തിൽ ശ്രേയ സിന്ധു ഗോപകുമാർ 95.2% എന്ന സ്കോറുമായി 1ാം സ്ഥാനം നേടി. ഗായത്രി റാണി അരുൺ 95% 2ാം സ്ഥാനവും വാണി ശർമ്മ 94.6% 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കൊമേഴ്സ് വിഭാഗത്തിൽ അസ്ന സുമൻ 97% 1ാം സ്ഥാനം നേടി. ശ്രേയ കുൽക്കർണി 95.8% 2ാം സ്ഥാനവും റീഹ ഫാത്തിമ 94.8% 3ാം സ്ഥാനവും നേടി. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 202 വിദ്യാർത്ഥികളിൽ 129 ഡിസ്റ്റിങ്ഷൻ ഉൾപ്പെടെ 183 പേർക്കാണ് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചത്. നഹ്രീൻ മറിയം ഷമീർ 97.8% മാർക്കോടെ സ്കൂൾ ടോപ്പറായി. സമീഹ അഫ്ര അൻസറും പേൾ ഫീബെ മാത്യുവും 96.8% മാർക്കോടെ 2ാം സ്ഥാനവും 96.6% മൈക്കിൾ പ്രിൻസ് 3ാം സ്ഥാനവും നേടി. വിദ്യാർത്ഥികൾ നേടിയ മികച്ച വിജയത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗോപിനാഥ് മേനോൻ സന്തോഷം രേഖപ്പെടുത്തി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സംയുക്ത പരിശ്രമത്തിനും പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ ജാനം ടി തോട്ടുമാലിൽ, ഡയറക്ടർ ബോർഡ്, സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകളും നേർന്നു. ICF ബഹ്റൈൻ നാഷണൽ മനാമ സുന്നി സെന്ററിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ SYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. വ്യക്തിപരമായി വികസിക്കുന്നതിനോടൊപ്പം നാടിന്റെ സാഹചര്യത്തിനൊത്ത് ഇടപെടാനും ICF അംഗങ്ങൾക്കും ഘടകങ്ങൾക്കും കഴിയുന്നുവെന്നത് പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ICF ഇന്റർനാഷണൽ കമ്മിറ്റി ഡെപ്യൂട്ടി പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, KC സൈനുദ്ദീൻ സഖാഫി എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു. ഉസ്മാൻ സഖാഫി, അബ്ദുൽ സലാം മുസ്ലിയാർ, അബ്ദുൽ ഹക്കീം സഖാഫി എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ ജനറൽ സെക്രട്ടറി ഷമീർ പന്നൂർ സ്വാഗതവും ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും രേഖപ്പെടുത്തി. IYCC ബഹ്റൈൻ യൂത്ത് ഫെസ്റ്റ് 2025 സ്വാഗത സംഘ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ അമ്പലായി നിർവഹിച്ചു. ജൂൺ 27 യൂത്ത് ഫെസ്റ്റ് നടക്കുക. നാട്ടിലെ പ്രമുഖ കോൺഗ്രസ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രമുഖ ഗായകൻ ഹനാൻ ഷായുടെ സംഗീത വിരുന്ന് ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്നു. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ആക്ടിംഗ് സെക്രട്ടറി രാജേഷ് പന്മന, ദേശീയ ട്രഷറർ ബൻസി ഗനിയൂർ, യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പരിയാരം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഫാസിൽ വട്ടോളി, ഫൈനാൻസ് കൺവീനർ അൻസാർ താഴെ, പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ, റിസപ്ഷൻ കൺവീനർ നിധീഷ് ചന്ദ്രൻ, മാഗസിൻ എഡിറ്റർ ജയ്ഫർ വെള്ളേങ്ങര, മുൻ ദേശീയ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം, മുൻ ദേശീയ ട്രഷറർ ഷബീർ മുക്കൻ, ദേശീയ കോക്കർ കമ്മിറ്റി ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ അടക്കമുള്ളവർ പങ്കെടുത്തു. ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ആക്ടീവേഴ്സ് കൗൺസിലിന്റെ 2025 രാഷ്ട്രീയ രത്ന അന്താരാഷ്ട്ര പുരസ്കാരത്തിന് NRI കൗൺസിൽ ഓഫ് ഇന്ത്യ സെൻട്രൽ കമ്മിറ്റി ചെയർമാനും പ്രമുഖ പ്രവാസി സംഘാടകനുമായ പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദിനെ തിരഞ്ഞെടുത്തു. 2019 ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഗ്ലോബൽ അവാർഡ്, 2024 ജെം ഓഫ് ഇന്ത്യ അവാർഡിനും ഗ്ലോബൽ അച്ചീവേഴ്സ് കൗൺസിൽ S അഹമ്മദിനെ തിരഞ്ഞെടുത്തിരുന്നു. 3ാം തവണയാണ് അന്താരാഷ്ട്ര അംഗീകാരത്തിന് അഹമ്മദ് ഉടമയായത്. 35 വർഷത്തെ സാമൂഹ്യ സാംസ്കാരിക പത്രപ്രവർത്തന മേഖലകളിലെ സാന്നിധ്യവും സേവനവും പ്രവാസികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് നടത്തിയ നേതൃപാടവത്തെയും അംഗീകരിച്ചാണ് രാഷ്ട്രീയ രത്ന അവാർഡിന് തിരഞ്ഞെടുത്തത്. ഈ മാസം 24 ന്യൂദില്ലി സാമ്രാട്ട് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ S അഹമ്മദ് അവാർഡ് സ്വീകരിക്കും.
റിസാല സ്റ്റഡി സർക്കിൾ 6ാമത് ഗ്ലോബൽ സമ്മിറ്റ് ബഹ്റൈനിൽ സമാപിച്ചു. മലയാളി വിദ്യാർത്ഥി യുവജനങ്ങളുടെ ചലനാത്മകതയും കുടിയേറ്റവും സാമൂഹിക പരിവർത്തനത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് സമ്മിറ്റ് ആവശ്യപ്പെട്ടു. ധാർമ്മിക മൂല്യങ്ങളുടെ പ്രകാശനത്തിന് യുവജനതയെ അണിനിരത്തുന്നതിനും സാമൂഹ്യ പുരോഗതിക്ക് മാനവ വിഭവത്തെ പ്രയോഗിക്കുന്നതിനും ആവശ്യമായ വിഷനും മിഷനും സമ്മിറ്റിൽ രൂപപ്പെടുത്തി. 22 രാജ്യങ്ങളിൽ നിന്ന് 201 പ്രതിനിധികൾ ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രഭാഷണം നടത്തി. മജീദ് കക്കാട്, സ്വാദിഖ് വെളിമുക്ക്, CR കുഞ്ഞുമുഹമ്മദ്, ഡോക്ടർ അബൂബക്കർ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. 2025-26 വർഷത്തിലെ RSE ഗ്ലോബൽ കമ്മിറ്റിയെ സമ്മിറ്റിൽ പ്രഖ്യാപിച്ചു. ഭാരവാഹികൾ ഫൈസൽ ബുഖാരി വാഴയൂർ ചെയർമാനായും മൊയ്തീൻ ഇരിങ്ങല്ലൂർ ജനറൽ സെക്രട്ടറി, മുസ്തഫ കൂടല്ലൂർ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തുടങ്ങി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകളുടെ സാമൂഹികവും വ്യക്തിപരവുമായ പുരോഗതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിമൻ അക്രോസ് ബഹ്റൈൻ എന്ന വനിതാ കൂട്ടായ്മ KCA ബഹ്റിനുമായി സഹകരിച്ച് ഷീ എന്ന പേരിൽ വനിതാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സഗയ KCA ഹാളിൽ നടന്ന പരിപാടിയിൽ ബഹ്റൈനിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുത്തു. ബഹ്റൈനിലെ പ്രമുഖ ആരോഗ്യ വിദഗ്ധയും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സിൽവി ജോൺ, പ്രമുഖ അധ്യാപികയും സംവിധായികയുമായ നിധി S മേനോൻ, ലൈവ് FM 107.2 റേഡിയോ ജോക്കിയും ഇൻഫ്ലുവൻസറുമായ RJ നൂർ, മോഡലും ചിത്രരചനയിൽ പ്രവീണ്യം തെളിയിച്ച ബ്ലസീന ജോർജ് എന്നിവർ ആരോഗ്യം, നൃത്തം, അഭിനയം, ചിത്രരചന തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിക്കുകയും പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. മാധുരി പ്രകാശ് ദേവിജി മുഖ്യ അതിഥിയും KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ ഗസ്റ്റ് ഓഫ് ഓണറും ഡോക്ടർ നിധി മേനോൻ, RJ നൂർ, ഡോക്ടർ സിൽവി ജോൺ, ബ്ലസീന ജോർജ് എന്നിവർ പരിപാടിയിൽ അതിഥികളായും പങ്കെടുത്തു. ബഹ്റൈനിലെ സ്ത്രീകൾക്കിടയിലെ സാമൂഹികവും കലാപരവുമായ കഴിവുകളെ കണ്ടെത്താനും പരിചയപ്പെടുത്താനുമുള്ള വേദിയാണ് ഷീ എന്നും വിമൻ അക്രോസ് സംഘടിപ്പിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലെ തന്നെ സ്ത്രീകളുടെ ശാരീരിക മാനസികമായ അഭിവൃദ്ധിയും ഉന്നമനവും തങ്ങളുടെ പരിപാടികളിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും വിമൻ അക്രോസ് ഫൗണ്ടർ സുമിത്ര പ്രവീൺ അറിയിച്ചു. ഷീ എന്ന പരിപാടിയെ വിജയകരമാക്കുന്നതിൽ പങ്കുവഹിച്ചവർക്കും പിന്തുണച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സംഘാടകർ അറിയിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവാന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. പാക് സേന ലക്ഷ്യമിട്ട വ്യോമതാവളമാണ് ആദംപൂർ വ്യോമതാവളം. വ്യോമസേനാ അംഗങ്ങളെ മോദി നേരിട്ടെത്തി അഭിനന്ദിച്ചു. ധൈര്യം, ദൃഢനിശ്ചയം, നിർഭയത്വം എന്നിവയുടെ പ്രതീകമായവരോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു. നമ്മുടെ രാജ്യത്തിനായി നമ്മുടെ സായുധ സേന ചെയ്യുന്ന എല്ലാത്തിനും ഇന്ത്യ എന്നും നന്ദിയുള്ളവരാണ്. പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്യുകയും സൈനികരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7-ന് ആരംഭിച്ച വിജയകരമായ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് രാജ്യത്തിന്റെ സൈന്യത്തെ പ്രശംസിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി വ്യോമസേന സ്റ്റേഷനിലേക്കുള്ള സന്ദർശനം.
കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക്ക് പ്രവർത്തിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ഇത്. പുരുഷന്മാർക്കും സ്ക്രീനിംഗ് സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും സ്ക്രീനിംഗിൽ പങ്കെടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കണം. അഥവാ രോഗസാധ്യത കണ്ടെത്തിയാൽ ആരംഭത്തിൽ തന്നെ ചികിത്സ ഭേദമാക്കാവുന്നതാണ്. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും അകറ്റാനും ക്യാൻസർ സാധ്യത സ്വയം കണ്ടെത്താനും ലക്ഷ്യമിട്ട് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ, 12 ലക്ഷം രൂപ പിഴയും വിധിച്ചു. എല്ലാ കേസുകളിലുമായി 26 വർഷമാണ് ആകെ തടവ്. ഇതിൽ 8 വർഷം കുറഞ്ഞ് 18 വർഷം ശിക്ഷ അനുഭവിക്കണം. പിഴത്തുക അമ്മയുടെ സഹോദരൻ ജോസിന് നൽകണമെന്നാണ് നിർദ്ദേശം. കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജോസ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് 6ാം കോടതിയാണ് വിധി പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. നാടിനെ നടുക്കിയ കൂട്ടക്കൊലയിൽ വിധി പ്രസ്താവിക്കുന്നത് 7 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ്. കേഡൽ ജിൻസൺ രാജ 4 പേരെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന് ഇപ്പോഴും സംശയങ്ങൾ പലതാണ്. ദുർമന്ത്രവാദ കഥകൾ കള്ളമെന്നും മാതാപിതാക്കളോടുള്ള പകയാണ് കാരണമെന്നും പോലീസ് ഉറപ്പിക്കുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.